എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി വെറും 9 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ മലയാള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മരക്കാർ, ഒടിയൻ, KGF ചാപ്റ്റർ 2 എന്നീ സിനിമകളെ വെറും പ്രീ സെയിൽ കളക്ഷൻ കൊണ്ട്, അതും വെറും 9 മണിക്കൂർ കൊണ്ട് ആ കളക്ഷനൊക്കെ മറികടന്നുകൊണ്ട് ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിലെത്തുന്ന എമ്പുരാൻ ഇപ്പോൾ മുന്നേറുകയാണ്. നാളെ തന്നെ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ ലിയോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് വെറും പ്രീ സെയിൽ കളക്ഷനിലൂടെ മാത്രം എമ്പുരാൻ മറികടക്കുമെന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും അധികം 1 മണിക്കൂറിനുള്ളിൽ വിറ്റുപോകുന്ന, ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ചിത്രമായിട്ട് ഇപ്പോൾ എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ എന്ന താരത്തിന്റെ സ്റ്റാർഡം എത്രത്തോളം ഉണ്ടെന്ന് മലയാള ബോക്സ് ഓഫീസും ഇന്ത്യൻ ബോക്സ് ഓഫീസും ഇന്ന് അറിഞ്ഞു. നിലവിൽ എമ്പുരാന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ മാത്രം 7,40,00,000 രൂപ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ 26 കോടി രൂപയും കഴിഞ്ഞെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടി തന്നെ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ വിറ്റുപോകുന്നത് 21,000-ൽ പരം ടിക്കറ്റുകളാണ്. ഇതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റും 373Kക്ക് മുകളിലായിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിലടക്കം ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്ന ഓൺലൈൻ ആപ്പുകളിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ നിമിഷ നേരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ലാലേട്ടൻ ആരാധകരടക്കം, ലാലേട്ടൻ ഹേറ്റേഴ്സ് പോലും അന്താളിച്ചു പോകുന്ന അത്തരത്തിലുള്ള ബുക്കിംഗ് ആണ് ഇന്ന് എമ്പുരാൻ സിനിമയ്ക്ക് കാണാൻ സാധിച്ചത്, ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലൂടെ കാണാൻ സാധിച്ചത്. എന്തായാലും വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് വേറെ ലെവലാകുമെന്ന് തീർച്ച തന്നെയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന് ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കും ആദ്യ ദിവസം സ്വന്തമാക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.